നമ്മുടെ മത്സരാർത്ഥി വരുന്നത് അങ്ങ് കണ്ണൂര് ജില്ലയിൽ നിന്നാണ്. കണ്ണൂരുകാരി ആരാണ്? വേണുചേട്ടാ, എനി ഗസ്. മേഘത്തിലുണ്ട്, ആനയിലുണ്ട്, ഇപ്പോൾ ഭൂമിയിൽ വരുന്നു. ഈ വേദിയിൽ നമുക്ക് സ്വാഗതം ചെയ്യാം മേഘന. സ്വരൂപന്റെ സോപാന ഗോപുരമേ, കോടി ജന്മങ്ങളാൽ നിൻ സ്വരമണ്ഡപം തേടി വരുന്നു മീരാ, നൃത്തമാടി വരുന്നു മീരാ. ദ്വാരകേ ദ്വാരകേ സ്വരൂപന്റെ സോപാന ഗോപുരമേ. മേഘന,
കലക്കിയോ? നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ രണ്ടാമത്തെ റൗണ്ട് ആയിരുന്നു. നന്നായി പാടാൻ പറ്റിയോ? നന്നായി പാടിയെന്ന് കരുതുന്നു. അമ്മ എവിടെ? സപ്പോർട്ടർ അമ്മ എവിടെ ഉണ്ട്? അമ്മ ഇഷ്ടപ്പെട്ടോ? കലക്കി. ഡാൻസർ കം ആക്ടർ അല്ലേ? ശരി മഞ്ജരി, ഇനി മേഘനയുടെ പാട്ടിനെ കുറിച്ച് പറഞ്ഞോളൂ. മേഘന അസലായിട്ട് പാടി. ചില പോർഷൻസ് മാത്രം, ചില ഹമ്മിങ്സ്, ആലാപനം വന്ന സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാനുണ്ട്. ഈ പാട്ട് നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു എളുപ്പമുള്ള പാട്ടല്ല. സോ ഗോഡ് ബ്ലെസ് യു. മേഘന, ഇത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉള്ളില് ഞാൻ എപ്പോഴും പറയും, ഒരു സുശീലാമ്മ എൻ്റെ ഉള്ളില് കൂടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം. ഈ ചെറിയ ചെറിയ സ്ലിപ്സ് ഉള്ളില് സുശീലാമ്മ എന്നോട് പറയും, നീ നോക്കടാ കേക്ക് അത് ശരിയായില്ല എന്ന് പറയും. ഇത്രയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ബട്ട് യുവർ വോയിസ് ഇസ് ഫുൾ റൗണ്ടഡ് സ്വീറ്റ്. വെരി ഗുഡ്. പിന്നെ വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ? ഇപ്പൊ അമ്മ, അച്ഛൻ, അനിയൻ, എല്ലാരും വന്നിട്ടുണ്ട്. അല്ല, ഹസ്ബൻഡ് എന്ത് പറയുന്നു? സുഖല്ലേ? ഹസ്ബൻഡിന് സുഖം തന്നെ. സുഖം തന്നെ. ആളെവിടെയാണ് പഠിച്ചത്? അതൊക്കെ ഓർമ്മയുണ്ടോ? കെവിയിലാണ് പഠിച്ചത്. ഇപ്പൊ ആള് ഇപ്പൊ ലീവ് ഇല്ലല്ലേ? ലീവ് കിട്ടിയില്ല. എന്ന് കാണാൻ പറ്റും നമുക്ക്? അറിയില്ല. പിന്നെ ദുബായിലല്ലേ? ദുബായിലല്ല, ബാങ്കില്. ഇവിടെ യൂണിയൻ ബാങ്കില് മാനേജർ. യൂണിയൻ ബാങ്കിൽ, കർണാടക. മേഘനയ്ക്ക് ഹാപ്പി ജാം ആണോ ഇഷ്ടം, അതോ പീനട്ട് ബട്ടർ ആണോ ഇഷ്ടം, അതോ പിക്കിൾസ് ആണോ ഇഷ്ടം, സോസസ് ആണോ ഇഷ്ടം? എല്ലാം ഇഷ്ടം. എല്ലാം കൂട്ടി കുഴച്ച് കഴിക്കും. പീനട്ട് ബട്ടർ കുറച്ചുകൂടി ഇഷ്ടം. ഡയറ്റ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, വെറുതെ എടുത്ത് കഴിക്കും പീനട്ട്. ഡയറ്റ് ചെയ്യുന്നവര് മാത്രമാണോ പീനട്ട് ബട്ടർ കഴിക്കുന്നത്? അല്ല, അതിലൊരു പ്രോട്ടീൻ കണ്ടന്റ് കൂടുതല, അതുകൊണ്ട് ചോദിച്ചതാ. എന്താ മഞ്ജരിക്ക് ഒരു വിഷമം പോലെ? ഡയറ്റ് എന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു വിമിഷ്ടം പോലെ. ഈ ഡയറ്റിനോട് വലിയ താല്പര്യമില്ല. ഇല്ല, തിന്നുന്ന കിട്ടുന്നൊക്കെ ഞാൻ കഴിക്കും. ഇഷ്ടമുള്ളത് കഴിക്കാം. ഒറ്റ ചിന്തയുള്ളൂ. അതെ. ഓക്കെ, വേണു ചേട്ടനോ? ഞാൻ കഴുത്തിന്റെ എക്സസൈസ് ചെയ്യാറുണ്ട്. അതായത് കഴുത്തിത് ഫുഡ് ഇറക്കി പോകാനുള്ള എക്സസൈസ് ആണോ? ഇവിടെ വരെ വരുമ്പോൾ ഓ അങ്ങനെ. ഞാൻ വിചാരിച്ച ഇറക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴുത്തെടുത്ത് ഫുഡ് ഇറക്കാൻ വേണ്ടിട്ടുള്ള എക്സസൈസ് ആണ്. ശരി, അപ്പൊ മേഘന ഇപ്പൊ പോവാറുണ്ടോ? ഹസ്ബൻഡിന്റെ അവിടേക്ക് പോവാറുണ്ടോ? 2 ആഴ്ച പോയി നിന്നു കല്യാണം കഴിഞ്ഞിട്ട്. അതിനുശേഷം പിന്നെ ഞാൻ പഠിക്കുവാണല്ലോ. കന്നഡ ഗൊത്തി തുടങ്ങിയോ? കന്നഡ, ഒരു മിനിറ്റ്. കന്നഡ ഗൊത്തി തുടങ്ങിയോ? ഒരു ചെറിയ എററാണ്, ടെക്നിക്കൽ എറർ. ഒരു 3 minutes തന്നെ. ഓക്കെ, റെഡി. ഓക്കെ. പേടിച്ചു പോയോ മേഘന? ഇല്ല, പേടിയില്ലേ? ഇരുട്ട് എല്ലാം കൂടെ പവർ പോയപ്പോ ഞാൻ കമ്പനി കൊടുത്തായിരുന്നു. വീട്ടിലൊക്കെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകാറുണ്ടോ? അങ്ങനെ ഒക്കെ ശീലമുണ്ടോ? ഇടക്ക് പോവാറുണ്ട്. പവർ കട്ടൊക്കെ ഉണ്ടാവും. അതാ പേടിയില്ലാത്ത. അല്ല, നമ്മൾ പറഞ്ഞു വന്നത് കന്നഡ ഗൊത്തിയോ? ഇല്ല, ഗൊത്തില്ല. ഹസ്ബൻഡ് ഗൊത്തിയോ? ഹസ്ബൻഡിന് ചിലപ്പോ ഹസ്ബൻഡ് കണ്ടോണ്ടിരിക്കും. അപ്പൊ കന്നഡയൊക്കെ പഠിച്ചോ? അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ചേ. കന്നഡ പഠിച്ചോ കണ്ണേട്ടാ? കന്നഡ ഉണ്ടോ കണ്ണേട്ടാ? കണ്ണേട്ടാന്നാണോ വിളിക്കാറ്? കണ്ണേട്ടാന്ന്. ആണോ? ഒന്നുകൂടെ ഒന്ന് ചോദിച്ചേ. കന്നഡ പഠിച്ചോ കണ്ണേട്ടാ? ಸ್ವಲ್ಪ ಗೊತ್ತುಂಟು. അയ്യോ, ಸ್ವಲ್ಪ ಗೊತ್ತುಂಟು. കണ്ണേട്ടാ ചോദിക്ക്. കണ്ണേട്ട എന്ന് വിളിച്ച കാര്യമില്ല, എന്തെങ്കിലും ചോദിക്കണം, മറുപടി വരുള്ളൂ. എന്തെങ്കിലും ഒക്കെ ചോദിക്കാം. എന്താ ചോദിക്ക? എന്തെങ്കിലും ചോദിക്കുന്നു. നിങ്ങളല്ലേ ഞാൻ നല്ല പാട്ടുകാരിയാണോ നോക്കിയോ? ഞാൻ നല്ല പാട്ടുകാരിയാണോ കണ്ണേട്ടാ? മോശമില്ല, നന്നായിട്ട് പാടുന്നുണ്ട്. ഇത് കണ്ണേട്ടന്റെ ശബ്ദമാണോ? അല്ല, സാധാരണ ഫോൺ വിളിക്കുമ്പോഴൊക്കെ എന്താ പറയാറ്? എന്താ സാധാരണ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നു. കണ്ണേട്ട ആഗ്രഹിക്കുന്നുണ്ട് അത് കേൾക്കാൻ. ഐ ലവ് യു കണ്ണേട്ടാ. I love you too. അതാരാ? അതെന്താ സംഭവം? ഈ ഓർക്കസ്ട്രക്കാരനെ എല്ലാരും ഒന്ന് ഓടിപ്പോയി നോക്കിട്ട് വന്നേ. ചെല്ലേ, നടന്നു പോയിട്ട് നോക്കിട്ടോ.
സ്റ്റെപ്പ്. ഇതാരാ ഓർക്കസ്ട്രയില് കേറിയിരിക്കുന്നത്? കണ്ണേട്ടാ ഇങ്ങ് വന്നേ, അടുത്ത് വന്നേ. ഞാനും ഞെട്ടിയിരിക്കുക. നിങ്ങൾ അറിഞ്ഞില്ല? ഇല്ല. ആഹാ, നിങ്ങൾക്കും സർപ്രൈസ് ആയിരുന്നു. അതെ. കണ്ണേട്ടൻ ഇതാ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ സ്റ്റേജായി. വിദേശത്തുള്ള ഭർത്താക്കന്മാർക്ക് സൗജന്യമായിട്ട് ഭാര്യ എടുത്ത് എത്തണമെങ്കിൽ മ്യൂസിക്കൽ വൈബ്സ്. സർപ്രൈസ് ആയോ? ഹായ്. അപ്പൊ വിളിച്ചായിരുന്നോ? ഇന്ന് ഫോൺ വിളിച്ചായിരുന്നോ? ഫോൺ വിളിച്ചു, അർജന്റായിട്ട് ഓഫീസിൽ പോണം, ലീവ് കിട്ടിയിട്ടില്ല. ആഹാ, പറഞ്ഞായിരുന്നു. കൊറേ നുണ പറഞ്ഞു, പക്ഷെ സക്സസ് ആയി. അതെ. ഹാപ്പി ആയല്ലോ? അല്ല, എന്നാ വന്നേ? അത് ഇന്നലെ രാവിലെ എത്തി സാർ. എവിടെ? രാവിലെ എത്തി. എവിടെയായിരുന്നു? എറണാകുളത്ത് ഇന്നലെ രാവിലെ എത്തി. ആ, അപ്പൊ പിന്നെ ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. ഓ, ഒളിവിൽ താമസിക്കായിരുന്നു. ഇദ്ദേഹവും ഒളിവിൽ താമസിക്കായിരുന്നു. എല്ലാവരും ഒളിവിലാണല്ലോ. അതെ, പക്ഷെ ഈ ഒരു മുഹൂർത്തം നമുക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഒളിവിൽ താമസിച്ച് കുറച്ച് സർപ്രൈസ് ഒക്കെ ആക്കിയാല് മെമ്മറബിൾ ആവുള്ളൂ, അല്ലേ? കണ്ണേട്ടനോട് അതേ ക്യാമറ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പൊ നേരിട്ട് കിട്ടിയിട്ടില്ലേ? എന്തേ വേണമെങ്കിൽ പറഞ്ഞോളൂ. നാണം വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര നാണം. അതിലും കൂടുതലാണ് അവിടെ ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് സർപ്രൈസ് ആയിരുന്നോ? എല്ലാവർക്കും സർപ്രൈസ് ആയിരുന്നു. എന്നാ വന്നേ, എല്ലാരും വന്നേ, ഫുൾ ഫാമിലി വന്നേ. അതെ, ഫുൾ ഫാമിലി വന്നേ, എല്ലാരും വാ, അനിയനും അച്ഛനും എല്ലാരും വാ. ഒരു കുടുംബ ചിത്രം സെറ്റ് ആയിട്ടുണ്ട്. അതെ. ഒരു ചെറിയ ക്ലിക്ക് എടുത്തോളൂ കേട്ടോ. എനിക്കൊരാഗ്രഹമുണ്ട്, അവൻ നന്നായിട്ട് പാട്ട് പാടും. പക്ഷെ പാട്ട് പാടാൻ ഭയങ്കര മടിയാ. പാട്ടങ്ങനെ പാടുന്നില്ല. അത് വെറുതെ പറയുന്ന, നല്ലോണം പാടും അല്ലേ? രണ്ടുപേരി പാടി കേൾക്കണം എന്ന് അതിയായ ആഗ്രഹം. ഞങ്ങൾക്കും എന്തായാലും കണ്ണേട്ടൻ പാടിയിട്ടേ ഇവിടുന്ന് ഞങ്ങൾ വിടും. ഇത് എന്റെ വാക്ക്. വാക്കിന് വിലയില്ലാത്തവനാണെങ്കിലും ഇതുപോലുള്ള വാക്ക് ഞാൻ പാലിക്കും കേട്ടോ. അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഇതുപോലത്തെ ഒരു പ്രോഗ്രാം നടത്തിയതിൽ അതിയായ സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് മകൾക്കും ഇവിടെ പങ്കെടുക്കാൻ പറ്റി. അതുകൊണ്ട് എല്ലാവർക്കും ഫ്ലവേഴ്സ് ടിവിക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ശരി, എന്താണ് ബ്രദറിന് പറയാനുള്ളത്? അളിയൻ വന്നിട്ടുണ്ട്. അളിയൻ പേടിച്ചു നിൽക്കുവാണ്. അതെ, എനിക്കൊന്നും പറയാനില്ല അല്ലെ. എത്രയല്ല പഠിക്കുന്നേ? 9. ഏത് സ്കൂളിലാ? ചേച്ചി പഠിച്ച സ്കൂളിലല്ലോ പഠിച്ചത്? അമ്മ പഠിപ്പിച്ച സ്കൂളിലല്ലോ പഠിച്ചത്? അല്ല. ശരി, അപ്പൊ എന്തായാലും ഫാമിലി അവിടെ ചെന്നിരുന്നോളൂ. കെട്ടിയോനും കെട്ടിയോളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. ഇപ്പോഴും അന്താളിപ്പ് മാറിയിട്ടില്ല. അതെ, ആൾക്ക് എന്താ പറയണ്ടേ? കോളേജിലെന്തോ റാഗിങ്ങിന് വന്ന പോലെയാണ് നിൽക്കുന്നത്, ടെൻഷൻ അടിച്ചിട്ട്. എന്നാ രണ്ടുപേരും ടെൻഷൻ മാറ്റ ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട്. ഹസ്ബൻഡിന് വേണ്ടി മേഘന രണ്ടുപേരും പാട്ട് പാടട്ടെ. കണ്ണേട്ട അവിടെ കൂടി ഉണ്ട്. കണ്ണേട്ടന് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്ത് കണ്ണേട്ടന്റെ ഫേവറേറ്റ് സോങ്. पप्पी हरा बोले रे पप्पी हरा पप्पी हरा नित गन बरसे नित मन प्यासा नित मन प्यासा नित मन तरसे बोले रे पप्पी हरा बोले रे पप्पी हरा पप्पी हरा बोले रे पप्पी हरा. അതായത് ഒരു റൊമാൻറ്റിക് നിമിഷത്തിൽ ഹസ്ബൻഡിന് വേണ്ടി ഫേവറേറ്റ് സോങ് ആയിട്ട് പാടിയ പാട്ട് കലക്കി. അതെ, കേട്ട ഉടനെ വന്ന് കെട്ടിപ്പിടിച്ച്. ടു ബി ഫ്രാങ്ക്, ഓപ്പൺ ആയിട്ട് എന്നോട് സംസാരിക്കണം. ഈ പപ്പി സോങ് തന്നെയായിരുന്നോ? എന്താ മോലൊരു പപ്പി? അത് പപ്പി, ആ പപ്പി അല്ല. ആ സോങ് തന്നെയായിരുന്നോ ഫേവറേറ്റ് സോങ്? അർത്ഥം പറയട്ടെ, പാട്ടിന്റെ അർത്ഥം എന്ന് പറയാൻ പറ്റും. അർത്ഥത്തിലല്ലോ, ഇതാണോ ഫേവറേറ്റ് സോങ്? അതറിഞ്ഞാൽ മതി. എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഇഷ്ടമുള്ള പാട്ടെന്നല്ല, ഫേവറേറ്റ് സോങ് ആണ്. എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. അപ്പൊ പ്രത്യേകിച്ച് ഇന്നതൊന്നും പറയാനില്ല. ശരി, അപ്പൊ എന്തായാലും ആളെന്തായാലും ആ പോലൊരു പപ്പി പാടി ഒരു പാട്ട് അമ്മയുടെ ആഗ്രഹമാണ്. അല്ല, അമ്മ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ പാട്ട് പാടിയിട്ടൊന്നുമില്ല ഇതുവരെ. ഇത് ആദ്യമായിട്ടൊരു സ്റ്റേജാണ്. വീട്ടിൽ നിന്ന് ചെറുതായിട്ട് മൂളിപ്പാട്ട് പാടുന്നേ ഉള്ളൂ. ഒരു രണ്ടുപേരും രണ്ടുപേരും
കരിമുകിൽ കാട്ടിലെ രജനി തന്നീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കടലിൽ നീ മാത്രമായി കരിമുകിൽ കാട്ടിലെ രജനി തന്നീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കടലിൽ നീ മാത്രമായി. ആഹാ കലക്കി. അമ്മയുടെ ആഗ്രഹം കഴിഞ്ഞല്ലോ. ഇനി എന്തെങ്കിലും ആഗ്രഹം? ദേ ഇപ്പൊ ഇവരെ യാത്രയാക്കാൻ പോവാ. അതിനു മുമ്പ് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. വേണ്ട വേണ്ട ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക്സ് സോ മച്ച് മേഘന. അപ്പൊ എന്തായാലും പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കുള്ളത് എന്താണ്? എലിമിനേഷൻ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. കൂടെ സപ്പോർട്ടിന് ആളുണ്ടല്ലോ, ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു. വേണിച്ചേട്ടാ, മഞ്ചേരി കോമ്പറ്റീഷൻ ടൈറ്റ് ആയോ? ടൈറ്റ്, നല്ല ടൈറ്റ് ആണ്. നിങ്ങൾ ആ മുഖത്ത് ടെൻഷൻ കാണുന്നു. ക്വാർട്ടർ ഫൈനൽ എത്തിയപ്പോഴേക്കും ടൈറ്റ് ആണ്. എങ്ങനെയായിരിക്കും മുന്നോട്ട് എന്നുള്ളതാണ് ടെൻഷൻ. ആഹാ. നിങ്ങൾക്ക് എപ്പോഴും ടെൻഷൻ വരുമ്പോ സാധാരണ മഞ്ചേരി ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ ടെൻഷൻ മാറ്റാറ്? അതെ. അപ്പൊ ഫുഡിനെ പറ്റി ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ഈ ക്വാർട്ടർ ഫൈനലിൽ കിണ്ണത്തപ്പം തന്നത് സന്തോഷിപ്പിച്ച ഒരു മത്സരത്തിണ്ട്. ആതിര സെമിഫൈനലിൽ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അലുവ തരാന്നാണ് വാഗ്ദാനം നൽകുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള ഭാഗ്യമുണ്ട്. അതെ. അപ്പോ സെമിഫൈനലിലേക്ക് എത്തണമെങ്കിൽ അതിനു മുമ്പ് എലിമിനേഷൻ ഉണ്ട്. എലിമിനേഷന് മുമ്പ് ആതിരക്ക് ഒരു റൗണ്ടും ബാലൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ആ മത്സരത്തെ സ്വാഗതം ചെയ്താലോ? വിളിക്കാം. കോഴിക്കോട് നിന്നാണ് നമ്മുടെ മത്സരാർത്ഥി വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ആതിര വിജിത്ത്. Hey, Ghanashyama
അതിരാ ചേട്ടാ കലക്കി. പിന്നെ കോറസ് ടീം ചേട്ടാ ഇവരെല്ലാവർക്കും ഓരോ ഷേക്കിന് കൊടുക്കണം. കുറെ നാളെ എല്ലാവർക്കും ഷേക്കിന് കൊടുത്തിട്ട്. കൺഗ്രാറ്റുലേഷൻ. വെറുതെ കൺഗ്രാറ്റ് ഇരിക്കട്ടെ കേട്ടോ. ആ കോറസ് ടീം അവിടെ ഒന്ന് പോകും. വരൂ വരൂ. എന്താ ഇവിടെ വരാൻ പറഞ്ഞപ്പോ ഒരു പേടി? നിന്നോളൂ. This is one of the best chorus team. ഇനി ഇവിടെ വരാം. പൊക്കോളൂ, വരിയായിട്ടൊരു പൊക്കോളൂ എല്ലാവരും. ആതിര, it is really good. You sing very well. You are a very good singer, no doubt. താങ്ക് യു സർ. You should go to the next plane. അതാണ്. എല്ലാം പാടും, എല്ലാം ക്ലീൻ ആയിട്ട് പാടും. ബട്ട് ഈ ഒരു അറ്റാക്ക് ഒന്ന് കുറയ്ക്കാം. കുറച്ചുകൂടി ഒരു സുഖഭാവം പാട്ടിൽ കൊണ്ടുവരണം. ഓക്കെ സർ. എല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ ഓക്കെ സർ. സോ പ്ലീസ് ടേക്ക് നോട്ട്. ഓക്കെ സർ, താങ്ക് യു. മഞ്ജരി, ആതിരയുടെ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് ഞാൻ ആദ്യം തന്നെ പറയാം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സിംഗറാണ് ആതിര. ഇതില് ഇന്നിപ്പോൾ കൊണ്ടുവന്ന പാട്ടും ബ്യൂട്ടിഫുൾ സെലക്ഷൻ. നല്ല പാട്ട്, നന്നായി പാടി. ടെൻഷൻ അടിക്കാനൊന്നുമല്ല, നന്നായി പാടിയിട്ടുണ്ട്. താങ്ക് യു. ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ വേണുചേട്ടൻ പറഞ്ഞതുപോലെ കുറച്ചൊരു ലയം വരാം. നമ്മൾ പാടുന്ന സംഗതികളൊക്കെ കുറച്ച് ഹാർഷാണ്, കുറച്ച് വളരെ ലൗഡാണ്. അതിനൊന്ന് സ്വീറ്റ് ആക്കാം. സംഗതികളൊക്കെ വരുന്നുണ്ട്, പെർഫെക്റ്റ് ആണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആതിരയുടെ മനസ്സിൽ ഓക്കെ ഇതൊരു ടഫ് പാട്ടാണ്, ഇവിടെയൊക്കെ സംഗതികളുണ്ട്, ഇതൊക്കെ എനിക്ക് കറക്റ്റായി പാടണം. അത് കഴിഞ്ഞ് ആതിര ഫസ്റ്റ് ഒരു സംഗതി പാടി, അത് കഴിഞ്ഞിട്ട് ഒരു നോട്ടം അങ്ങോട്ട് ഇങ്ങനെയുണ്ട്, കറക്റ്റ് അല്ലേ എന്ന്. അത് ആർട്ടിസ്റ്റിന്റെ ഉള്ളിൽ എപ്പോഴും ഉള്ളതാ. ഒരു ചലഞ്ചിങ് ഒരു സംഗതി ഉണ്ടാവും. ആ സംഗതി ഒന്ന് പാടിക്കഴിഞ്ഞാൽ എല്ലാവരുടെ എക്സ്പ്രഷൻ ഒന്ന് നോക്കണം. ഇവരൊക്കെ ഇങ്ങനെ ആസ്വദിച്ചോ, തലയാട്ടിയോ, അതൊരു സന്തോഷമാണ്. അതുപോലെ ആ ഒരു റിലീഫിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് നോക്കിയത് അല്ലേ? സത്യം വരുന്നുണ്ട് പുറത്ത് കൊച്ചു കള്ളി. അതല്ലാതെ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് പാടി. ചൂടൊന്നൊരു ഒരു മയം വരുത്താം സംഗതികൾക്ക്. ബ്യൂട്ടിഫുൾ സിംഗിങ്. അതർവൈസ് താങ്ക് യു ചേച്ചി. സോപ്പിടണം അല്ലേ വേണുചേട്ടാ? അങ്ങനെ സോപ്പിട്ട് വഴുതി വിടരുത്. അപ്പോൾ അതിന് നന്നായി പാടിന്ന് രണ്ടുപേരും പറഞ്ഞു. പിന്നെ വേണുചേട്ടൻ ഒരു എക്സ്ട്രാ അടുത്ത പടി എന്ന പോലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും അടുത്ത റൗണ്ടിൽ മാറ്റി വരാം. പക്ഷെ അതിന് മുമ്പ് ഒരു ചെറിയ എലിമിനേഷൻ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ ഒന്നും വേണ്ട, ചിൽ കേട്ടോ. താങ്ക് യു വേണുചേട്ടൻ. മഞ്ജരി, സൗഹൃദം അതാണ് നമ്മുടെ ടോപ്പിക്. ഏതു നേരത്തും നമുക്ക് വിളിക്കാനും തോളിൽ തട്ടി കുഴപ്പമില്ലടാ ഞാൻ ഉണ്ട് എന്ന് പറയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഏറ്റവും നല്ല സുഹൃത്തുക്കൾ അവര് നമ്മുടെ നല്ല സമയം അല്ല അവര് വരുന്നത്, നമ്മുടെ ആപൽക്കാലം. ആ സമയം നമ്മളോടൊപ്പം നിൽക്കുന്നവര്, നമുക്ക് വേണ്ട ഉപദേശം തരുന്നവര്, അവരാണ് ദേ ആർ ദ റിയൽ ഫ്രണ്ട്സ്. അങ്ങനെയുള്ള ഒരു സുഹൃത്ത് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇനഫ്. അത് മതി. നമുക്കിപ്പോ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. വല്ലപ്പോഴും ഫോണിൽ സംസാരിച്ചാൽ പോലും എന്ന് നേരിൽ കാണുന്നോ അന്ന് ഒരു കെട്ടിപ്പിടിയിൽ കണ്ണ് നിറയും, വല്ലാത്തൊരു വിങ്ങലും ഒരു ബേസ്റ്റ് ഓഫ് ടിയേഴ്സ് ആയിരിക്കും. അത്രയും അതാണ് ആ ഒരു ആത്മബന്ധം. അങ്ങനെയുള്ള ഒരു ഫ്രണ്ടാണ് ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ റൂംമേറ്റായി എന്നോടൊപ്പം ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് കാര്യവും എനിക്ക് എൻ്റെ വിഷമങ്ങളോ അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് പറയാൻ അദ്ദേഹമുണ്ട്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാനും ഓർത്തിരിക്കുകയാണ്, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഞാൻ ഈ ടീച്ചേഴ്സിനൊക്കെ അനുകരിക്കും. ക്ലാസ് ടൈമിൽ ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയത്ത് ടീച്ചേഴ്സിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാൻ, പക്ഷെ അന്ന് അത് കണ്ട് കൈയടിച്ച് എനിക്ക് കാണികളായിരുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചുറ്റും ഉണ്ടായിരുന്നു. അവരെ കാണണം. അതെ, അവരെല്ലാരും കാണണം. അപ്പോ അന്ന് അവര് തന്ന പ്രോത്സാഹനം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അവര് തന്ന കളിയാക്കലുകളാണ് എന്നെ വളർത്തിയത്. അപ്പോ എല്ലാവർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ. ഇന്നതാണോ ഇരിക്കട്ടെ ചുമ്മാ. അപ്പൊ എന്തായാലും ഈ വേദിയിലെത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സൗഹൃദത്തിലൂടെയും ഈ വേദിയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആളെ വിളിക്കുവാ. എന്തെങ്കിലുമൊക്കെ വേറെ സംസാരിക്കണ്ടേ? ആൾക്കാർ പറയില്ല മത്സരം മാത്രമേ നടക്കുന്നുള്ളൂ, ഡെയിന്റെ തമാശ ഒന്നും വന്നില്ലല്ലോ. അതുകൊണ്ടാ. ശരി, അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. നമ്മുടെ മത്സരാർത്ഥി വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ലെറ്റ്സ് വെൽക്കം
സോന. ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു മാനസമേ ഇനി പാടൂ. ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു മാനസമേ ഇനി പാടൂ. പാരാകെ ഹരിചന്ദന മഴയിൽ ശ്രീതും ശുഭനന്ദന വനിതൻ സംഗീതം. ദ്വാദശിയിൽ മണിദീപിക തെളിഞ്ഞു മാനസമേ ഇനി പാടൂ. വാർക്കുഴലിൽ നീർക്കണങ്ങൾ മെല്ലെ മെല്ലെ മുത്തുമാല ആടുകയാ. ആശകളിൽ തേനലയായി തുള്ളി തുള്ളി എൻ്റെ ഉള്ളും പാടുകയാ. കലാലോലം കണ്ണുകളിൽ കളിച്ചിന്തായി കൽപ്പന. നറും തേനോ നിൻ സ്വരം, നിലാപ്പൂവോ നിൻ മനം, മിഴിക്കോണിൽ അഞ്ജനം.
ആരൊക്കെയാ ഇവിടെ? ഈ കണ്ണാട പറ്റിക്കോളൂ, എനിക്ക് നല്ല സുഹൃത്തുണ്ട്, അപ്പൊ കണ്ണാട വേണ്ട. ശരി, ഇതെന്തായിരുന്നു ഇവിടെ? അങ്ങ് റൊമാൻറ്റിക് ആയി പോയല്ലോ. ഇന്നലെ സർപ്രൈസ് ആയിട്ട് എത്തിയുള്ളൂ, അപ്പോൾ ആള് ആ വേദിയിലെത്തി. എന്താണ്, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? വളരെ നന്നായിരുന്നു. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ നന്നായി പെർഫോം ചെയ്തോ പുള്ളി? ഞാനൊന്നും കണ്ടില്ല. ശ്രദ്ധിച്ചില്ല, ഫുൾ കോൺസെൻട്രേഷൻ സോങ്ങിലായിരുന്നു. അതെ. ആ, പാട്ട് ശ്രദ്ധിച്ചോ? ആ പാട്ട് ശ്രദ്ധിച്ചു. ഒരു ദിവസം കിട്ടിയുള്ളൂ എന്നുള്ളൊരു ചെറിയ സങ്കടം മാത്രമേ ഉള്ളൂ. എന്തായാലും രണ്ടുപേരും തകർത്തു. രണ്ടുപേരല്ല, എല്ലാരും തകർത്തു കേട്ടോ. താങ്ക് യു ഡാൻസേഴ്സ്. അപ്പൊ ആദ്യം ഒരു മടിയൊക്കെ കാണിച്ചോ? എനിക്ക് ക്യാരക്ടറിൽ കയറാൻ നല്ല ടെൻഷൻ ആയിരുന്നു, കാരണം ഇതുപോലെ സ്റ്റേജിലൊന്നും കയറിയിട്ടില്ല. അപ്പൊ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക സ്റ്റേജിൽ വന്നിട്ട്, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കയറി പാടുന്നില്ലേ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പെർഫോം ചെയ്യാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് ഫുൾ ടൈം സപ്പോർട്ട് തന്നെയാ. ശരി, അപ്പൊ എന്തായാലും സോനയുടെ പാട്ടിനെ കുറിച്ച് നമുക്കറിയാം. മഞ്ജരി. സോനാരേ സോനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ, സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ പോരൂ. എന്തായിരുന്നു രണ്ടുപേരും കൂടെ, ഹോ ഉഗ്രൻ, ഒരു സിനിമ പെർഫോമൻസ് പോലെ ഉണ്ടായിരുന്നു. അമ്മയുടെ ഡാൻസ് ഉഗ്രനാണെന്ന് പറഞ്ഞതാ അവിടെ ഒരാള് എരിവരി കൊള്ളായിരുന്നു. അവള് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ നോക്കി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കണ പോലെ. സോന ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു കേട്ടോ, സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്ന കാണാൻ വളരെ അധികം ഭംഗിയുണ്ടായിരുന്നു. ഡാൻസേഴ്സ് പഠിപ്പിച്ചൊന്നും അല്ല ഞാനിവിടെ ചെയ്തത്. എന്നാൽ എന്താ, എനിക്ക് പറ്റുന്ന പോലെ എന്തൊക്കെയോ ഞാൻ ചെയ്തു. ആ ചെയ്തതൊക്കെ ഗംഭീരായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. ശരിക്കും ആ ഒരു ഫീൽ ഉണ്ടായിരുന്നേ പാടിയതില്. നമുക്ക് ആ സംയുക്തയും ബിജു ചേട്ടനും ഒക്കെ അഭിനയിക്കുന്ന ആ ഒരു ഫീല് കൊണ്ടുവന്നു നിങ്ങൾ രണ്ടുപേരും. ഇവര് രണ്ടുപേരും ഒരു ചെറിയ സിനിമ കണ്ട പോലെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു. രണ്ടാളും ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെ കട്ടക്കി നിന്നു. ആക്ച്വലി ഞാൻ നമ്മളെ മേക്കപ്പ് മാനോട് പറഞ്ഞൊന്നും ബിജുമേനെ ആക്കാൻ പറ്റുമോ അത് സാധിച്ചു ചെറുതായിട്ട്. ആ മുണ്ടൊക്കെ കറക്റ്റ് ആയിരുന്നു. പിന്നെ സോന സുന്ദരിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്നു വെച്ചാല് ഈ പാട്ടിനകത്തുള്ള ലൈറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ സംഗതികളൊക്കെ ഉണ്ട്, അത് വളരെ ഈസി ആയിട്ട് പാടിപ്പോയി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോന, ഇത് പെർഫോം ചെയ്തുകൊണ്ട് പാടാൻ അത്ര എളുപ്പമുള്ളൊരു പാട്ടല്ല. ബട്ട് ദിസ് വാസ് റിയലി ഗുഡ്. നന്നായി പാടി, മോർ ദൻ ദാറ്റ് നന്നായി പെർഫോം ചെയ്തു. താങ്ക് യു സർ. എനിക്ക് സോന ഡാൻസ് ചെയ്യുന്ന കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കലാമണ്ഡലം ക്ഷേമാവതി ടീച്ചർ ആണ്. അത് ആ ഒരു ഗ്രേസ് യു ഹാവ് ഗോട്ട്. ഞാൻ ഇടയ്ക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വിത്ത് സ്റ്റാച്യൂസ് ഇടയ്ക്കിടയ്ക്ക്, ദാറ്റ് വാസ് സോ ഗുഡ്. താങ്ക് യു. ഇതേപോലെ തന്നെ സോന പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. അടുക്കളയിൽ സാമ്പാർ മാത്രം വെച്ചിരുന്ന ഞാനിപ്പോ ഇവിടെ ഈ വേദി വരെ എത്തിയിരിക്കുകയാണ്. മകൾ വിജയങ്ങൾ താണ്ടുന്ന കണ്ട് സന്തോഷിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഇപ്പോൾ വിജയത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്കതൊക്കെ ഒരുപാട് സന്തോഷമാണ്. പക്ഷെ എന്തൊക്കെ വിജയം ജീവിതത്തിൽ വന്നാലും ഞാൻ എന്നും എൻ്റെ ശ്രീകാന്തേട്ടൻ്റെ സോനയായിരിക്കും എന്നാണ് സോന പറഞ്ഞിട്ടുള്ളത്. ശരിയാണോ സോന? പറഞ്ഞിരുന്നോ സോന? ശ്രീകാന്തേ, സോന പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടല്ലോ. ശ്രീകാന്തിന് എന്താണ് തിരിച്ചു പറയാനുള്ളത്? കഴിഞ്ഞൊരു 9 വർഷമായിട്ട് സോനയ്ക്ക് പാടാൻ പറ്റിയിട്ടില്ല. അതിൽ കുറച്ചും ഞാൻ കാരണമാണ്. വീട്ടിൽ ആളില്ല, ഒന്നാമത്തെ അവളെ കൊണ്ടുപോകാനും അങ്ങനത്തെ ദൂരെ കൊണ്ടുപോകാൻ എൻ്റെ അച്ഛനും അമ്മയും ഉള്ളായിരുന്നു. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും എല്ലാവരോടും സപ്പോർട്ട് കൂടി. പിന്നെ എന്തായാലും ഇത്രയും നല്ലൊരു സ്റ്റേജിൽ എത്താൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോഗ്രാമിനും എല്ലാത്തിനും എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവും. സൂപ്പർ സൂപ്പർ. സത്യം പറഞ്ഞാൽ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ പലർക്കും ഒരു തിരിച്ചറിവാണ്. അതെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴും സോനയുടെ കൂടെ തന്നെ നിൽക്കുന്ന ആളാണ് അമ്മ, അല്ലേ? ഈ വേദിയിൽ സോന നിൽക്കുന്നതിന്റെ ഒരു കാരണം അമ്മയും കൂടിയാണ്, അല്ലേ അമ്മ? സന്തോഷായില്ലേ? സന്തോഷായി. മോൾക്ക് എന്താ പറയാനുള്ളേ? അമ്മയുടെ അച്ഛന്റെയും പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഓ ആക്ച്വലി അവക്കായിരുന്നു ടെൻഷൻ. അവൾ എന്നോട് പറയാ, മറന്നു പോവാ അച്ഛാ, ഇല്ലല്ലോ, ഇതാണ് ചെയ്യേണ്ടത്. ഫുൾ പഠിപ്പിക്കലായിരുന്നു ആള്. അതെ അതെ. എന്തായാലും അപ്പോ ഇതേപോലെ തന്നെ തുടരുക. നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ 2 പെർഫോമൻസിലും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മുമ്പിലുള്ളത് എലിമിനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ടെൻഷൻ ഒന്നുമില്ലല്ലോ? ഇല്ലല്ലേ?
അതെ. കൂളാണ്. അതെ. താങ്ക് യു. വേണുചേട്ടൻ മഞ്ചേരി, എന്തോ ഇവിടെ കാണികളുടെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ. നമ്മുടെ എല്ലാവരുടെയും ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഒപ്പം ചാപ്റ്റർ 1 തൊട്ടേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഇപ്പോ സൂപ്പർ സീനിയേഴ്സും സീനിയേഴ്സും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ. അവരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾ മത്സരാർത്ഥികളല്ല, നിങ്ങൾ ചില്ല് ചെയ്ത് അവിടെ ഇരിക്കുന്നു, ചാരി കിടന്ന് കാണുന്നു, പാട്ട് ആസ്വദിക്കുന്നു, പാട്ട് കേൾക്കുമ്പോൾ ഉറങ്ങുന്നു, അങ്ങനെ പലവിധ അഭ്യാസങ്ങളാണ് അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ വന്ന് മത്സരാർത്ഥികൾ പാട്ട് പാടുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റുമ്പോ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ? ശരിക്കും സീനിയേഴ്സ് ആയിട്ടോ ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചു പോയിട്ട് പിന്നെ അവിടെ വരുമ്പോൾ ചെയ്യണം അല്ലേ? അതെ, ശരിക്കും ഡെയിൻ മാത്രം തോറ്റിട്ട് അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ. ഞാൻ തോൽവിയല്ലേ, ഞാൻ തോറ്റു പഠിച്ചോളാം. ഇവരെ റാഗ് ചെയ്യുന്നത് നിന്നെയാണ്. അതെ, അവര് റാഗ് ചെയ്യട്ടെ, ഇവരിങ്ങനെ ആയിരുന്നില്ല. അതെ എന്റെ വിഷമം. ഞാൻ തോറ്റു പഠിക്കുന്നവർക്കും വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ചെണ്ട പോലെ കൊട്ടാം. കലാകാരനല്ലാത്തവന് നമ്മൾക്കൊക്കെ ഇന്ന് ഇതേ അവസ്ഥയാണ് മഞ്ചേരി. ഡോണ്ട് വരി കേട്ടോ. ഞങ്ങൾ ശരിക്കും നല്ല സീനിയേഴ്സ് ആണ് കേട്ടോ. കാരണം എല്ലാവരും നമ്മളടുത്ത് ടിപ്സ് ചോദിക്കാറുണ്ട്. ഞങ്ങള് എങ്ങനെയാണ് സ്റ്റേജിൽ നിൽക്കേണ്ടത്, പാട്ട് എങ്ങനെ സെലക്ട് ചെയ്യണം, അപ്പൊ അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ അവരവിടെ നിന്ന് പാടുമ്പോൾ ശരിക്കും എനിക്ക് മനസ്സിൽ നല്ല ടെൻഷനാണ്. ഞാൻ എന്നെയാണ് അവിടെ കാണുന്നത്. ആ ഒരു 5 മിനിറ്റ് അവരെത്ര ടെൻഷനിലാണ് അത് പാടുന്നേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മിനിറ്റ്, ശ്രീകുട്ടി തല പതുക്കെ ആട്ടോ, ആ കഴുത്തൊന്നും ഊരിപ്പോണ്ട, എല്ലാത്തിനും ആട്ടി കൊടുക്കുന്നത്. അവിടെ തിരുവനന്തപുരത്ത് ജോലിയില്ലേ? അതെ, അതുവരെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇവിടെ വന്ന് സൂപ്പർ സീനിയർ ആയിട്ട് കളിച്ചോണ്ടിരിക്കുന്നത്. ഇല്ല സാർ, എന്റെ ജോലിയൊക്കെ ഞാൻ കറക്റ്റ് തീർത്തിട്ടാണ്, ലീവൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അങ്ങനെ വേണം. ഞാനും അങ്ങനെ തന്നെയാ. ഇപ്പൊ എന്റെ ബാക്കി ജോബ്സ് ഒക്കെ ഞാൻ കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടേ ഞാൻ ഇവിടെ വരാറുള്ളൂ. ഞങ്ങളിവിടെ എന്തിനാ ഡെയിനെ വരുന്നത്? അത് തന്നെയാണ് എന്റെ ചോദ്യം. നിങ്ങൾ എന്തിനാ ശരിക്കും ഇവിടെ വരുന്നത്? ഡെയിനെ സപ്പോർട്ട് ചെയ്യാനും ചിയർ ചെയ്യാനും അല്ല ഞങ്ങൾ മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് സപ്പോർട്ട് എന്ത് വളിപ്പിടിച്ചാലും ഞങ്ങൾ കൈയടിക്കുന്നില്ല. അതിനാണ്, അതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് ഒന്നുകൂടി കാണണം എന്ന് പറയുന്നത്. അപ്പൊ എത്ര പെട്ടെന്ന് നമുക്ക് നമ്മുടെ മത്സരം തുടർന്നാലോ? അടുത്ത ആളെ വിളിക്കാം. അപ്പൊ അടുത്ത മത്സരാർത്ഥി വരുന്നത് അങ്ങ് സിംഗപ്പൂരിൽ. നമുക്ക് സ്വാഗതം ചെയ്യാം ഭവ്യ ചിത്ര.
ഭവ്യ തകർത്തോ? എല്ലാരും പറയട്ടെ, കേട്ടവരെല്ലാരും പറയട്ടെ. അങ്ങനെ എന്നാ പാട്ട് കേട്ട വീട്ടുകാരോട് ചോദിക്കാം. ശരി, അമ്മ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് പാട്ട് കേട്ടത്. അമ്മ, ഭവ്യയുടെ പാട്ട് കേട്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞോ? ഭവ്യ, അമ്മ വിളിക്കോ സ്റ്റേജിലേക്ക്? അമ്മ സ്റ്റേജിലേക്ക് വരുമോ? അമ്മ എന്താ പറ്റിയേ? സന്തോഷം കൊണ്ട്. അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിന്റെ എന്താ പറയാ, ഞാൻ ഈ ഇത്രയും വലിയൊരു സ്റ്റേജിൽ പാട്ട് പാടിയതിന്റെ ഒക്കെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. കുറച്ച് വർഷം മുന്നേ വയ്യാത്ത ആളായിരുന്നു. അമ്മ ഒരു ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ ആളാണ്. ഇപ്പൊ അതൊക്കെ തരണം ചെയ്ത് അമ്മ ഇവിടെ എത്തി. അപ്പൊ അതിന്റെയും കൂടെ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം സങ്കടം വന്നിട്ടുണ്ടാവുക. അമ്മയും അച്ഛനും ടീച്ചേഴ്സ് ആണ് അല്ലെ? അധ്യാപകരായിരുന്നു. ഞാനും ട്രെയിനിങ് കഴിഞ്ഞതാണ്. ഇപ്പൊ ആദ്യത്തെ വീക്കില് ഭവ്യയുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്താ പറഞ്ഞേ? നന്നായി. ഒരുപാട് സന്തോഷായി. അമ്മയ്ക്ക് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു കെട്ടിപ്പിടി, ഒരു ഹഗ്. മഞ്ജരി, എന്താണ് പറയാനുള്ളത്? ഇന്ന് ഭവ്യയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ അമ്മയുടെ സന്തോഷ കണ്ണീര് അത് തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നമ്മൾ പറയാനിരുന്ന കാര്യം അമ്മ കണ്ണുനീരായിട്ട് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ സന്തോഷമുണ്ട്. ഭവ്യ നല്ലൊരു പാട്ടുകാരിയാണ്, അസലായിട്ട് പാടുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂരിൽ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു വേദിയിൽ പാടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ എത്തി എന്നുള്ളതാണ്. ഒരുപാട് നാളത്തെ സ്റ്റേജൊന്നും ഇല്ല, എന്നാലും എനിക്ക് എൻ്റെ പാട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കണം, നാലാൾ അറിയണം എന്നെ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഭവ്യ ശരിക്കും എനിക്കിതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സ് വിഷമം തോന്നുന്നു. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ഭവ്യയുടെ പാട്ട് രാജശില്പി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തലത്തിലാണ് ഭവ്യയുടെ ഒരു പെർഫെക്ഷൻ വന്നത് ആ പാട്ടിൽ. ഓരോ പാട്ട് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇവിടെ വന്ന് പാടുമ്പോൾ നമുക്കും സന്തോഷം അത് കേൾക്കുമ്പോൾ. ഇത്രയും ഭവ്യക്ക് വേണ്ടി ഭവ്യയുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. വേറെ ഹസ്ബൻഡ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും, അമ്മയ്ക്ക് വയ്യാത്തോണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഹസ്ബൻഡിന്റെ ചേച്ചി അവരൊക്കെ വിദേശത്താണ്. അപ്പോൾ വിളിച്ചു നോക്കലുണ്ട്. എല്ലാവരും ഞാനിങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് മുതലേ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ വരെ എത്തി കാര്യങ്ങൾ. ഭവ്യ, ഇപ്പൊ ഒരുപാട് പേരെ ഓർത്ത സ്ഥിതിക്ക് നമുക്കൊരു ചെറിയ വീഡിയോ ഉണ്ടല്ലോ, കാണാം. ഓക്കെ. ഹലോ. ഞാൻ പാട്ട് കേട്ടു, ഭയങ്കര സന്തോഷമായി. എന്താ പറയാ, ഒന്നും പെട്ടെന്ന് കിട്ടുന്നില്ല, ആ ഒരു അവസ്ഥ തന്നെയാണുള്ളത്. ഭയങ്കര സന്തോഷമായി, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഭവ്യ കുറച്ചുകൂടെ ബോൾഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ കരഞ്ഞപ്പോഴും പിടിച്ചു നിന്നല്ലോ, അതുപോലെ തന്നെ പിടിച്ചു നിന്നാ മതി, എനിക്ക് കയ്യിൽ നിന്ന് പോണ്ട. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് നിന്റെ ആഗ്രഹങ്ങള്, നീ പറയാറുള്ളത്, നിന്റെ വിഷമങ്ങള്, അതിപ്പോ മാറിക്കണ്ടതില് ഭയങ്കര ഒരു സന്തോഷം. എനിക്കവിടെ എത്തി നിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഫ്ലവേഴ്സ് ടിവിനോടും ദൈവത്തിനോടും നന്ദി പറയുന്നു. എന്റെ പ്രാർത്ഥന ഉണ്ടാവും കൂടെ. നന്നായിട്ട് പെർഫോം ചെയ്യാം. നമുക്കിവിടെ നേരിട്ട് എത്തിക്കാൻ പറ്റിയില്ല, ഒരു വീഡിയോ കോൾ ത്രൂ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ. നേരിട്ട് എത്താൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. എനിക്ക് ഇടക്കിടക്ക് എന്തൊക്കെ അവിടെ നടക്കുന്നതെന്ന് അറിയണം, എന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ. കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടെ ഉണ്ട് എന്നുള്ള രീതി തന്നെയാണ്. ഇപ്പോ ഞാൻ ഈ സ്റ്റേജിലേക്ക് വരുമ്പോഴും ഞാൻ എന്താ കയറാൻ പോവാണ് എന്നുള്ള അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ വീഡിയോ ഞാൻ വിചാരിച്ചില്ല. ഒരാള് കിടന്ന് ഉറക്കമായിരുന്നു അമ്മയുടെ പാട്ട് കേട്ടെ. അച്ഛന്റെ ശബ്ദം കേട്ട ഉടൻ തന്നെ എഴുന്നേറ്റു അല്ലേ? വന്നേ. ഹലോ കിച്ചു. അമ്പരപ്പിലാണ് എങ്ങനെ അച്ഛൻ ഇവിടെ വന്നു എന്നുള്ളത്. അതെ, എങ്ങനെ ഈ ടിവിയുടെ ഉള്ളിൽ എത്തി എന്നാണ് ആൾ ആലോചിക്കുന്നത്. എന്താ മിണ്ടാത്ത അച്ഛനൊരു ഉമ്മ തന്നു, കിട്ടിയായിരുന്നോ? ഉറക്കത്തിന്റെ ഹാങ് ഓവറിലാണ്. പാടി ഇഷ്ടായില്ലേ? പാടിയത് ഇഷ്ടപ്പെട്ടോ? ശരിക്കും ഇഷ്ടായില്ലേ? നീ കോൺഫിഡന്റ് ആയി നിന്നാ മതി, ഒരു പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. ശരി, പറഞ്ഞതുപോലെ.
താങ്ക് യു സോ മച്ച്. താങ്ക് യു ബൈ. ഇങ്ങ് വന്നേ ചോദിക്കട്ടെ. ക്ലേ പോലത്തെ സാധനം ഞെക്കി പോക്കുക. ക്ലേ പോലത്തെ സാധനം. ക്ലേ അത് ഞെക്കി പോക്കുവാന്ന്. അത് മാമന്റെ തലയിൽ കുറെ ഉണ്ടെന്നാ നാട്ടുകാർ പറയുന്നേ. ഉണ്ടെന്ന് പറയുന്നു നാട്ടുകാര്. അവരോട് പറ മാമന്റെ തലയിൽ അതൊന്നുമില്ല. അതാണ് മാമന്റെ തലയിൽ ഒന്നുമില്ല. ചെറുതാണെങ്കിലും നല്ല വിവരമുണ്ട്. തലയിലൊക്കെ മുടിയല്ലേ ഉണ്ടാവുക. മാമന്റെ തലേന്ന് അതും പോയിക്കൊണ്ടിരിക്കുക. മാമന്റെ വർഷം എല്ലാവരും അറിയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്ന ഈ വേദിയിൽ ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് നമ്മുടെ മത്സരാർത്ഥികളായിട്ടുള്ള വീട്ടമ്മമാർ വരുന്നത്. അവരുടെ സ്വപ്നങ്ങൾ മാത്രമല്ല ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. അവരുടെ വീട്ടുകാരുടെ, അവരുടെ ഹസ്ബൻഡ്സിന്റെ, അവരുടെ സ്വന്തക്കാരുടെ ഒക്കെ വലിയ വലിയ ആഗ്രഹങ്ങളാണ് ഈ വീട്ടമ്മമാര് വഴി നടത്തിയെടുക്കുന്നത് അല്ലേ? അപ്പോ ഇവിടെ അമ്മയുടെ ആഗ്രഹവും ചേട്ടൻ കഷ്ടപ്പെട്ട് ഒരു ഡയലോഗ് ഇമോഷണലി പറഞ്ഞോണ്ടിരിക്കുക, കേൾക്കുന്നുണ്ടോ വല്ലതും? അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഫ്ലോ അങ്ങ് പോയില്ലോ. ചേടാ ഇരുത്തിയിട്ട് പറഞ്ഞാൽ മതിയോ? അപ്പൊ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മുടെ വീട്ടമ്മമാരുടെ സ്വപ്നങ്ങൾ മാത്രമല്ല യാഥാർത്ഥ്യമാവുന്നത്. പിന്നെ അവരുടെ അമ്മമാര്, അവരുടെ കുടുംബങ്ങൾ, അവരുടെ ഹസ്ബൻഡ്സ്, അവരുടെ നാട്ടുകാർ, വീട്ടുകാർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് ഇവിടെ യാഥാർത്ഥ്യമാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾക്ക് വേദി ഒരുക്കുന്ന ഈ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്റെ ഹൃദയത്തിൽ ചേക്കേറി കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, പ്രേക്ഷകർക്ക് ചേക്കേറി എന്ന് പറയായിരുന്നു, കൂട്ടത്തിൽ എനിക്കും. അതെ, നിങ്ങൾക്കോ? അതെ, നമ്മൾ ചുമ്മാ തമാശ രീതിയിലൊക്കെ ഇപ്പൊ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നതും ഫോം വിളിക്കുന്നതും നമുക്കിങ്ങനെ ഒരു അവസരം വരുമോ എന്നാണ്, നമ്മുടെ ഈ പാലക്കാട് എന്നാണ്, തൃശ്ശൂർ എന്നാണ് ഓഡീഷൻ നടക്കുന്നത്, ട്രിവാൻഡ്രത്ത് എന്നാണ് ഓഡീഷൻ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ചാപ്റ്റർ 4 ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വീട്ടിലിരിക്കുന്ന എല്ലാവരും റെഡി ആയിരുന്നോളൂ. നിങ്ങൾക്കുള്ള ഓഡീഷൻസ് ഉടൻ തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്വപ്നവേദി ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഭവ്യ, ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എലിമിനേഷൻ ആണുള്ളത്. അപ്പൊ നമുക്ക് ആ സമയത്ത് ടെൻഷൻ അടിക്കാം. ഇപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത മത്സരാർത്ഥി എവിടെ നിന്നാ വരുന്നതെന്ന് അറിയാവോ? ഇല്ല. അങ്ങ് ചേർത്തലയിൽ നിന്ന്. അങ്ങല്ല, ഇങ്ങ് ചേർത്തലയിൽ നിന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് റൗണ്ട് ആണ് ഏതാണ്? ക്യാരക്ടർ റൗണ്ടുമായി വരുന്നു നമ്മുടെ സ്വന്തം അമൃത. മറ്റാരും കാണാതച്ചാരം താ
മച്ചാനെ വാ മറ്റാരും കാണാതച്ചാരം താ നെഞ്ചിൽ ഉന്മാദത്താളം പഞ്ചബാണന്റെ മേളം ആവാഹ സ്വാഹായ ജപിച്ചിടും കുടുക്കുമായി വാ വാ വരം താത്ത ഇത് പൂജ മഹാരാജ മച്ചാനെ വായൻ മച്ചാനെ വാ മറ്റാരും കാണാതച്ചാരം താ കിടപ്പൊക്കെ മതിയായെങ്കിൽ എല്ലാരും എഴുന്നേറ്റ് പൊക്കോളൂ കേട്ടോ. നന്നായിരുന്നു കേട്ടോ എല്ലാരും. താങ്ക് യു. കലക്കി. മഞ്ജരി, ഇവിടെ ഉമ്മ പാട്ട് കഴിഞ്ഞപ്പോ ബാക്കി എല്ലാരും തല്ല്. പക്ഷെ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഡാൻസേഴ്സിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. രക്ഷയില്ലാത്തതാ. ഇത് കിടിലൻ ഡാൻസേഴ്സ് ആണ്. അപ്പൊ എന്തായാലും നമ്മുടെ ടീം സ്ട്രോങ് ആണ്. ഡാൻസ് മാസ്റ്റർ ഒന്ന് വിളിക്കണ്ടേ സ്റ്റേജിലേക്ക്? മാസ്റ്റർ, ഇത്ര സ്റ്റൈലായിട്ട് വരുന്ന ഡാൻസ് മാസ്റ്റർ. മാസ്റ്റർ, ഇതേപോലെ ഈ ഫാമിലി മെമ്പേഴ്സിനെ ഇങ്ങനെ ക്യാരക്ടർ റൗണ്ടായിട്ട് പെർഫോം ചെയ്യിപ്പിക്കേണ്ടി വരുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്? ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ തന്നെ ഇവരാണ് ഫസ്റ്റ് പ്രാക്ടീസിൽ വന്ന് ഇവരെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ഓൾറെഡി ഇവര് സെറ്റാണ്, പറഞ്ഞു കൊടുത്ത് എല്ലാവരും ചെയ്തു. പിന്നെ എന്നെക്കാളും കൂടുതൽ എന്റെ അസിസ്റ്റന്റ് ഉണ്ട്, ജെയിനാണ് ഇവരെ പഠിപ്പിച്ചത്. ഞാനിപ്പോ കമ്പോസ് ചെയ്ത് വിട്ട് പറഞ്ഞു കൊടുത്തിട്ട് മാത്രം പോയതേ ഉള്ളൂ. പുള്ളി ഇവരെ എല്ലാരും കൂടെ കയറുന്നിടം വരെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വിട്ടത്. അപ്പൊ അതിന്റെ ഇത് അവർ കറക്റ്റ് ആയിട്ട് ചെയ്ത്. സോ മച്ച്. ഇനി നമ്മൾ ടോപ്പിക്കിലോട്ട് വരികയാണ്. എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത്? എന്തൊക്കെയോ സംഭവിച്ചു, ഒന്നും ഓർക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ നടന്ന എല്ലാവരും ബ്ലാങ്ക് ആയി. ഒരു പുകമറ. പക്ഷെ കലക്കി അല്ലേ? കലക്കി. രണ്ടുപേരും കലക്കി. പൊളിച്ചടുക്കി. അതെ, എനിക്ക് പാട്ടിനെ കുറിച്ച് അത്ര ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയില്ല, പക്ഷെ പെർഫോമൻസ് രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചം. അതെ, ഈ ഒരു ക്യാരക്ടറാണ് അതില് വന്ന കപ്പിൾസ്, അതില് ദി വെരി ബെസ്റ്റ്. അത് കലക്കി. സുധീഷ് എന്തെങ്കിലുമൊക്കെ ഇതിന് തയ്യാറെടുപ്പ് നടത്തിയോ? ജിമ്മിൽ പോയിട്ടോ? കുറെ നേരം ഭാര്യയൊക്കെ എടുത്തല്ലോ. അല്ല, സ്ഥിരമായിട്ട് എടുക്കാറുണ്ട്. എന്തൊരു ഭാഗ്യമുള്ള ഭാര്യ. വൈകിട്ട് കുഴപ്പമില്ല, ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്, എടുക്കാം. ശീലമുണ്ട്. അപ്പൊ എന്തായാലും രണ്ടുപേരും കലക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി പെർഫോമൻസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി നമുക്ക് പാട്ടിനെ കുറിച്ച് അറിയണം. പാട്ട് സൂപ്പർ. താങ്ക് യു സർ. അമൃത വളരെ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്തു. അതെ, രണ്ടുപേരും അതിൽ ഇഴുകി ചേർന്നു. കൂടുതൽ എന്താ വേണ്ടത്? അടിപൊളി. മഞ്ജരി, അമൃത സൂപ്പർ സേ ഊപ്പർ. ഉഗ്രനായിരുന്നു. സൂപ്പർ. എനിക്ക് ഒരു സജഷൻ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. പാട്ടൊക്കെ സൂപ്പറായിട്ട് പാടുന്നുണ്ട്, പക്ഷെ അമൃതയുടെ ഒരു വോയിസ്, എനിക്ക് ഒരു ലൈൻ അമൃതയുടെ തന്നെ വോയിസിൽ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പാട്ട് പാടുമ്പോഴത്തേക്ക് അതിൻ്റെ രജിസ്റ്റർ മാറുമ്പോൾ വോയിസ് ചേഞ്ച് ആവുന്നുണ്ട്. ഇതിനു മുൻപ് അമൃത പാടിയ പാട്ടുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് ഈ പാട്ടിന് വേണ്ടി വോയിസ് മാറ്റിയിട്ടുണ്ട്.
അത് വേണ്ടാന്നാണ്. നമ്മുടെ ഒരു വോയിസ് സെയിം വെച്ചിട്ട് അതിൻ്റെ പാടുന്ന സ്റ്റൈല് മാത്രം മാറിയാൽ മതി. നമ്മളുടെ വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. അത് നമ്മൾ ഒരിക്കലും മാറ്റി വേറെ ഒരു സിംഗറിനെ കോപ്പി അടിച്ചിട്ട് പാടരുത്. അത് മാത്രമാണ് എനിക്ക് തോന്നിയത്. പാടിയത് ബ്യൂട്ടിഫുൾ. അപ്പൊ അമൃതയുടെ ഐഡന്റിറ്റി അമൃത കൊണ്ടുവരണം തീർച്ചയായും. അമൃത, രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ 2 റൗണ്ടുകളും അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മുമ്പിൽ എന്താണുള്ളത്? എലിമിനേഷൻ. അപ്പൊ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല, നല്ല അഭിപ്രായങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇവർ രണ്ടുപേരെയും കണ്ട ഒരു ജോഡി, കല്യാണ ജോഡി നിൽക്കുന്ന പോലെ ഉണ്ട്. ഒരു കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും. അതെ. ഒരു ചോദ്യം, നിങ്ങളുടെ കല്യാണത്തിന് ഇതേപോലെ വേഷവും ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടായിരുന്നോ ഗുരുവായൂർ പോയി കിട്ടിയത്? അല്ല, എല്ലാം ചടുപടേന്നായിരുന്നു അല്ലേ? അപ്പൊ എനിക്കൊരു ആഗ്രഹം, രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് ഇപ്പൊ എന്തായാലും ഒരു കല്യാണ ചെക്കനും ഒരു പെണ്ണുമായിട്ട് നിൽക്കുവാണല്ലോ. അപ്പൊ ഒരു ചെറിയ ആഗ്രഹം, നമുക്ക് ഇവിടെ ഒരു സേവ് ദ ഡേറ്റ് പ്ലാൻ ചെയ്താലോ? ഒരു ചെറിയ ഫോട്ടോ, എന്തായാലും കപ്പിളായിട്ട് നിൽക്കുവാണല്ലോ രണ്ടുപേരും, കല്യാണ ചെറുക്കനും ഉണ്ട് കല്യാണ പെണ്ണും ഉണ്ട്. അപ്പൊ ഒരു ഫോട്ടോഷൂട്ട്. കല്യാണം കഴിഞ്ഞപ്പോ എത്ര വർഷമായി? 9 വർഷം പുറകോട്ട് വെക്കോളൂ കേട്ടോ. ജസ്റ്റ് രണ്ടുപേരും എത്ര വയസ്സിലാണ് കിട്ടിയത്? 21. അത്രയും ടെൻഷൻ ഇനിയും വേണോ? കിടക്കട്ടെ, കുറച്ച് ടെൻഷൻ ആവാലോ. അപ്പൊ ഇവിടെ സേവ് ദ ഡേറ്റിന്റെ ഒരു ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. കല്യാണ ചെറുക്കനുണ്ട് കല്യാണ പെണ്ണും ഉണ്ട്. അപ്പൊ നമ്മൾ 9 വർഷം പുറകോട്ട് പോവാ. അപ്പൊ അന്നത്തെ അമൃതയായിരിക്കണം, അന്നത്തെ ചേട്ടനും. ഡീൽ? 2-3 നല്ല അടിപൊളി കപ്പിൾ ഫോട്ടോ കിട്ടും. വേണോ? ആവാ. ഓക്കെ, മ്യൂസിക്. ഓ, കൺഗ്രാറ്റുലേഷൻസ്. ഇനി ചേർന്ന് നിന്നോളൂ. ആകാശത്തേക്ക് നോക്കൂ, ആ സൈഡിലോട്ട് നോക്കൂ. പ്രൊപ്പോസ് ചെയ്യുന്ന പോലത്തെ ഇത് കൊടുത്ത് പ്രൊപ്പോസ് ചെയ്തോളൂ. അതെ. അപ്പൊ എന്തായാലും പ്രൊപ്പോസലും പരിപാടികളൊക്കെ കഴിഞ്ഞല്ലോ. സേവ് ദ ഡേറ്റ് ആണ് കഴിഞ്ഞിട്ടുള്ളത്, കല്യാണം കഴിഞ്ഞിട്ടില്ല. രണ്ടുപേരും 2 വഴിക്ക് വെക്കോളൂ. അയ്യോ, പറഞ്ഞ പോലെ തന്നെ പോയിക്കോളൂ. വേണ്ട, ഒരു വഴിക്ക് വെക്കോളൂ. ഞാൻ ചുമ്മാ പറഞ്ഞതാ.